നമ്മുടെ എല്ലാ PSC പരീക്ഷയിലും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നദികൾ. കേരളത്തിലെ നദികൾ, ഹിമാലയൻ നദികൾ. അതിൽ ഹിമാലയ നദികൾ പ്രധാനപ്പെട്ടതാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഗംഗ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ നദി, ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലെയാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗാഗ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി, ഉത്തരാഖണ്ഡിൽ. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരി. ഈ അളകനന്ദയും ഭഗീരഥിയും ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഭഗീരഥി, അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലാണ്, 1450 കിലോമീറ്റർ. പോഷക നദികൾ യമുന, കോസി, ദാമോദർ, സോൺ, കാത്ര, ഗോമതി, ഗണ്ഡക്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയും. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ അലഹബാദ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബത്വ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നതും അലഹബാദിൽ തന്നെയാണ്. കോർബറ്റ് ദേശീയോദ്യാനം മുമ്പ് പറഞ്ഞു ഒഴുകുന്നത് പോഷക നദി രാംഗംഗയാണ്. അതുവഴി ഒഴുകുന്ന പോഷക നദി രാംഗംഗയാണ്. ഗംഗാ നദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടന്നത്? ഫറാക്ക. ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത്? ചാന്ദ്പൂർ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് 1986 ജനുവരി 14 രാജീവ് ഗാന്ധിയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. 2014 നരേന്ദ്രമോദിയാണ് നടപ്പിലാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റയാണ്. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ചതുപ്പു നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസിന് ആ പേര് ലഭിച്ചത്. ഇവിടെ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ കടുവകളെയാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബത്വ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദികൾ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികൾ ചമ്പൽ, സോൺ, കെൻ, ബത്വ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. ഗംഗയുടെ പ്രധാന കൈവഴി ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത. ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദറിലാണ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഈ പ്രധാന പട്ടണങ്ങൾ നോക്കുകയാണെങ്കിൽ ഗംഗാ നദിയുടെ തീരത്ത് ഹരിദ്വാർ, വാരണാസി, ഹാജിപ്പൂർ, അലഹബാദ്, കാൺപൂർ, ഋഷികേശ്, പട്ന. യമുന പോഷക നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നു. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി. നീളം 1376 കിലോമീറ്റർ. അടുത്തുള്ള പട്ടണങ്ങൾ ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. പോഷക നദികൾ ചമ്പൽ, ബെത്വ, കിൻ, ടോൺസ്, ഹിൻഡോൺ. അതിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദി ടോൺസ്. യമുനാ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. ബീഹാറിന്റെ ദുഃഖം, ഇന്ത്യയുടെ ദുഃഖം. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. അതായത് ബീഹാറിന്റെ ദുഃഖം, ഇന്ത്യയുടെ ദുഃഖം, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി, ഇതെല്ലാം കോസി നദിയാണ്. മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി. വേദകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദി സരസ്വതി. ദാമോദർ ബംഗാളിന്റെ ദുഃഖം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദറിലാണ്. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശീയ അണക്കെട്ടാണ് തില്ലയ്യ.